മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 561 പുരുഷ വോട്ടർമാരും 648 സ്ത്രീ വോട്ടർമാരും അടക്കം 1209 വോട്ടർമാരുള്ള 17ാം വാർഡായ ചാലാമ്പാടം വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് തെക്കേ അങ്ങാടി റോഡ് മുതൽ ചാലാമ്പാടം റോഡ് വഴി മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും, കിഴക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തി ചാർത്താങ്കുളം റോഡ് വരെയും, തെക്ക് വേളൂക്കര പഞ്ചായത്ത് അതിർത്തി കോമ്പാറ ഈസ്റ്റ് റോഡ് വരെയും, പടിഞ്ഞാറ് വേളൂക്കര പഞ്ചായത്ത് അതിർത്തി മുതൽ അറവുശാല റോഡ് വഴി തെക്കേ അങ്ങാടി റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി മിനി ജോസ് ചാക്കോള, NDA സ്ഥാനാർത്ഥിയായി ഷൈനി ദാസപ്പൻ, LDA സ്ഥാനാർത്ഥിയായി സരിത ജെയ്സൺ എന്നിവരാണ് ജനവിധി തേടുന്നത്. മെയിനായിട്ട് നമ്മുടെ അതായത് റോഡിൻ്റെ വികസനം. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ തന്നെ കുറേ റോഡുകളൊക്കെ നമ്മൾ ടാറിനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഹാപ്പി നഗറിൽ ഒരു റോഡ് നമ്മൾ അസ്ഥിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈല് വിരിച്ച് കാന ഇട്ടിട്ട് അതിനുള്ള സൗകര്യം ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റോഡുകളും കൂടി നമുക്ക് അതായത് വീതി കൂട്ടി ടാറിങ് ചെയ്യാനായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ശാസ്താംകുളം റോഡ്, അതുപോലെ തന്നെ ചാലാമ്പാടം, അങ്ങനെയുള്ള റോഡുകളൊക്കെ കുറച്ച് ടാറിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത് നമ്മുടെ കുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിയിലും സ്ത്രീകൾക്കായിട്ട് ഇപ്പം നമ്മൾ നിലവിൽ യോഗ പരിപാടികൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. അതൊരു 3 ടേമിലായിട്ട് ഒരു 60ഓളം പേര് നമ്മൾ ഇതിൽ യോഗ പരിശീലനം സൗജന്യമായിട്ട് നേടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്, അതുപോലെ അവർക്കും സ്ത്രീകൾക്കും ഒരു ജിമ്മിൻ്റെ പരിപാടിയായിട്ട് നമുക്ക് അംഗനവാടിയിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നഗരസഭയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് നമ്മൾ അവിടെ നിന്ന് അനുവദിച്ചിട്ടുള്ള ഫണ്ടൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഭരണം തന്നെയായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്നും നമുക്കൊരു ഫണ്ടിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ലഭിച്ച ഫണ്ട് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. ഇവിടെ ഞാൻ ഓരോ വീടും കയറി ഇറങ്ങുമ്പോൾ എല്ലാവരും കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. കുടിവെള്ളം, റോഡ് വികസനം, ഡ്രൈനേജ് പ്രോബ്ലം. മെയിനായിട്ട് ഇവിടുത്തെ വെള്ളങ്ങൾ ഇങ്ങനെ റോഡിലൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ ഒന്ന് മാറ്റി പെട്ടെന്ന് റോഡ് ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്നൊക്കെയാണ് അവരും പറയണം. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നല്ല രീതിയിൽ എൻ്റെ മാക്സിമം സപ്പോർട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരുടെയും ഇതുകളൊക്കെ എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തി എൻ്റെ വാർഡിന് വേണ്ടി നല്ലൊരു വികസനം നടപ്പാക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു വാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് തന്നെയുണ്ട്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോവാണ്ട് ആകെ കെട്ടി കിടക്കുക. പിന്നെ വഞ്ചി ഇടണം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അതൊന്നും ഇങ്ങനെ നമുക്കൊരു ഇതായിട്ട് ഇതുവരെയ്ക്കും 5 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടുത്തെ ശരിക്കും മെയിനായിട്ട് ഇവിടുത്തെ ഏത് ഏരിയയിൽ പോയാലും ഇവിടെ ഇത്തിരി ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കും. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയണ ഏറ്റവും ഫസ്റ്റ്. പിന്നെ ലൈറ്റ്, പുല്ല് വെട്ടൽ, എവിടെ ചെന്നാലും ക്ലീനിങ് അല്ലാത്തൊരു ഏരിയയാണ് കാണുന്നത്. കുറേ പുല്ല്, പിന്നെ എല്ലാവരും പറയണത് അപ്പുറത്തുനിന്ന് പുല്ല്, അങ്ങനെ നമ്മളിപ്പോൾ അതും ഒരു ഭയങ്കര ഒരു ക്ലീനിങ് ആയിട്ടുള്ള ഒരു വാർഡ്. അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത്. നമുക്ക് കുറച്ച് മാറ്റങ്ങളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തിരികെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ 5 വർഷമായിട്ടോടെ വലിയ പുരോഗതി ഒന്നും ഞങ്ങളുടെ വാർഡിലേക്കില്ല. അപ്പോൾ എന്നാൽ കഴിയുന്നത് എനിക്കിവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പക്ഷം പറയാനുള്ളത്. എനിക്ക് 5 വർഷം എന്നല്ല 25 വർഷമായിട്ടും ഒരു പുരോഗതിയും എനിക്ക് ഈ നഗരസഭയിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്താ, ഹാപ്പി നഗറിലൊക്കെ ഒന്ന് മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് നടക്കുക, ഒരു വൃത്തിയും വെടുപ്പുണ്ടാവുക റോഡിനൊക്കെ. അതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അർഹതപ്പെട്ടവർക്കൊന്നും ഒരു AC അതൊക്കെ ഇന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വരുന്നതാ. പെൻഷനില്ല, അതൊക്കെ വേണം. ഒരു കൂലിപ്പണിക്കാരന് പെൻഷൻ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അത് മഹാമോശമാണ്. അതൊക്കെ വേണം, അതൊക്കെ നേടിക്കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.